നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2025 LBS വഴിയുള്ള BSc നഴ്സിംഗിന്റെയും പാരാമെഡിക്കൽ കോഴ്സുകളുടെയും ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മെയ് 14 മുതൽ ജൂൺ 7 വരെയാണ് അപേക്ഷിക്കുവാനുള്ള സമയം. www.lbscenter.kerala.gov.in എന്ന വെബ്സൈറ്റിലൂടെയാണ് അപേക്ഷിക്കേണ്ടത്. ഓൺലൈനായിട്ടാണ് അപേക്ഷ നൽകേണ്ടത്. പ്രോസ്പെക്ടസ് LBSന്റെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. അത് ഡൗൺലോഡ് ചെയ്ത് എടുക്കണം. അതിൽ ഏതൊക്കെ കോഴ്സുകളാണ് ഉള്ളത് എന്നും കോളേജുകളുടെ ലിസ്റ്റ്, ഗവൺമെന്റ് കോളേജ്, സെൽഫ് ഫിനാൻസിംഗ് കോളേജ്, ഗവൺമെന്റ് കൺട്രോൾഡ് കോളേജുകളുടെ ലിസ്റ്റ്, CPASന്റെ കോളേജുകൾ, സിമെറ്റ് കോളേജുകൾ, CAPE കോളേജ് എന്നിവയുടെ എല്ലാം ലിസ്റ്റുകളും കൊടുത്തിട്ടുണ്ട്. അത് ഡൗൺലോഡ് ചെയ്തെടുത്ത് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം വേണം അപേക്ഷകൾ സമർപ്പിക്കുവാൻ. ഏതൊക്കെ കാറ്റഗറിയിലുള്ളവർക്ക് ആണ് റിസർവേഷൻ ഉള്ളത്, അതുപോലെ NCC കോട്ട, സ്പോർട്സ് കോട്ട, NRI കോട്ട സീറ്റ് റിസർവേഷനുകളുമുണ്ട്. അതൊക്കെ ലഭിക്കുന്നതിന് ആവശ്യമായ ഡോക്യുമെന്റ്സുകളും അപേക്ഷ നൽകുന്നതോടൊപ്പം തന്നെ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. എല്ലാ വിവരങ്ങളും വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം വേണം അപേക്ഷിക്കുവാൻ. BSc നഴ്സിംഗ്, BSc MLT, പെർഫ്യൂഷൻ ടെക്നോളജി, ഒപ്റ്റോമെട്രി, ഫിസിയോതെറാപ്പി, BA SLP, ബാച്ചിലർ ഓഫ് കാർഡിയോവാസ്കുലർ ടെക്നോളജി, ഡയാലിസിസ് ടെക്നോളജി, ഒക്യുപേഷണൽ തെറാപ്പി, മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി, റേഡിയോ തെറാപ്പി ടെക്നോളജി, ന്യൂറോ ടെക്നോളജി, ന്യൂക്ലിയർ മെഡിസിൻ, മെഡിക്കൽ ബയോകെമിസ്ട്രി, പ്രോസ്തറ്റിക്സ് ആൻഡ് ഓർത്തോട്ടിക്സ് തുടങ്ങിയ 15 കോഴ്സുകളുടെ ലിസ്റ്റാണ് ഇപ്പോൾ പ്രോസ്പെക്ടസിൽ കൊടുത്തിരിക്കുന്നത്. BA SLP കോഴ്സും പ്രോസ്തറ്റിക്സ് ആൻഡ് ഓർത്തോട്ടിക്സ് കോഴ്സും ഒഴിച്ച് മറ്റു കോഴ്സുകൾ പഠിക്കുന്നതിന് +2 ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നിവ 50% മാർക്കോടുകൂടി പാസ്സായിരിക്കണം. BA SLP കോഴ്സ് പഠിക്കുന്നതിന് കമ്പ്യൂട്ടർ സയൻസ്, മാത്തമാറ്റിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, ഇലക്ട്രോണിക്സ്, സൈക്കോളജി തുടങ്ങിയ വിഷയങ്ങൾ എടുത്ത് പഠിച്ചവർക്കും അപേക്ഷിക്കാം. 50% മാർക്കോടുകൂടി പാസ്സായിരിക്കണം. പ്രോസ്തറ്റിക്സ് ആൻഡ് ഓർത്തോട്ടിക്സ് കോഴ്സ് പഠിക്കുന്നതിന് +2 ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് 50% മാർക്കോടുകൂടി പാസ്സായ കുട്ടികൾക്ക് അപേക്ഷിക്കാം. അപേക്ഷിക്കാനുള്ള പ്രായപരിധി 2025 ഡിസംബർ 31 17 വയസ്സിൽ കുറയുവാനോ 35 വയസ്സിൽ കൂടുവാനോ പാടില്ല. 2025 ജൂൺ 7 വരെ അപേക്ഷകൾ സമർപ്പിക്കാം. എന്നാൽ 2025 ജൂൺ 4 വരെയാണ് ആപ്ലിക്കേഷൻ ഫീസ് നൽകുവാനുള്ള സമയം. ആപ്ലിക്കേഷൻ ഫീസ് ജനറൽ കാൻഡിഡേറ്റ്സിനും സർവീസ് കാൻഡിഡേറ്റ്സിനും 800 രൂപയും SC/ST കാൻഡിഡേറ്റ്സിന് 400 രൂപയുമാണ്. ആപ്ലിക്കേഷൻ ഫീസ് ഓൺലൈനായിട്ടോ ചെല്ലാൻ മുഖേനയോ അടയ്ക്കാവുന്നതാണ്. പേഴ്സണൽ ഡീറ്റെയിൽസും അക്കാഡമിക് ഡീറ്റെയിൽസും ഒക്കെ കൊടുത്ത് ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്തതിന് ശേഷം ആപ്ലിക്കേഷൻ ഫീസ് അടയ്ക്കണം. ഫീസ് കൺസെഷൻ ലഭിക്കുന്നതിന് വേണ്ടിയും സീറ്റ് റിസർവേഷൻ ലഭിക്കുന്നതിന് വേണ്ടിയും ആവശ്യമായ ഡോക്യുമെന്റ്സുകൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. NCC കോട്ട, സ്പോർട്സ് കോട്ട, NRI കോട്ട സീറ്റുകൾ ലഭിക്കുന്നതിന് ആവശ്യമായ ഡോക്യുമെന്റ്സുകളും അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. സീറ്റ് റിസർവേഷനും ഫീസ് കൺസെഷനും ലഭിക്കുന്നതിന് ആവശ്യമായ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ്, കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, മൈനോറിറ്റി സർട്ടിഫിക്കറ്റ്, ഇൻകം സർട്ടിഫിക്കറ്റ് എന്നിവ കാലാവധി കഴിയാത്തത് വേണം അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ. അതുപോലെ സ്റ്റേറ്റ് പർപ്പസിനുള്ള സർട്ടിഫിക്കറ്റുകളാണ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. നീറ്റ് എക്സാമിന് വേണ്ടി എടുത്ത ഡോക്യുമെന്റ്സുകൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കരുത്. നീറ്റ് എക്സാമിന് വേണ്ടി എടുത്ത സർട്ടിഫിക്കറ്റുകൾ സെൻട്രൽ പർപ്പസിന് ഉള്ളതാണ്. സ്റ്റേറ്റ് പർപ്പസിനുള്ള സർട്ടിഫിക്കറ്റുകളാണ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റും ഇൻകം സർട്ടിഫിക്കറ്റിനും 1 വർഷത്തെ കാലാവധിയുണ്ട്. കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, മൈനോറിറ്റി സർട്ടിഫിക്കറ്റ് ഇതിന് 3 വർഷത്തെ കാലാവധിയുമുണ്ട്. അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്ന ഡോക്യുമെന്റ്സുകൾ കാലാവധി കഴിയാത്തതാണെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം വേണം അപ്ലോഡ് ചെയ്യുവാൻ. ഗവൺമെന്റ് കോളേജുകളിലെ ടോട്ടൽ സീറ്റിൽ 50% സീറ്റ് മാർക്കിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് നൽകുന്നത്. ആ സീറ്റാണ് സ്റ്റേറ്റ് മെറിറ്റ് സീറ്റ്. ബാക്കിയുള്ള 50% സീറ്റ് പല വിഭാഗങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നു. ഇവിടെ കൊടുത്തിരിക്കുന്നതിൽ ഓരോ വിഭാഗത്തിന് വേണ്ടിയും എത്ര ശതമാനം സീറ്റാണ് മാറ്റിവെച്ചിരിക്കുന്നത് എന്ന് കാണാം. EWS വിഭാഗത്തിൽ ഉള്ളവർക്ക് ഗവൺമെന്റ് കോളേജുകളിൽ മാത്രമാണ് സീറ്റ് റിസർവേഷൻ ഉള്ളത്. പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിംഗ് കോളേജുകളിൽ അവർക്ക് റിസർവേഷൻ ലഭിക്കുകയില്ല. അവരുടെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അവിടെ അഡ്മിഷൻ ലഭിക്കുന്നത്. പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിംഗ് കോളേജുകളിലെയും ടോട്ടൽ സീറ്റിൽ 60% സീറ്റ് സ്റ്റേറ്റ് മെറിറ്റ് അടിസ്ഥാനത്തിലും ബാക്കിയുള്ള സീറ്റുകളാണ് പല വിഭാഗത്തിൽ ഉള്ളവർക്ക് വേണ്ടിയും മാറ്റിവെച്ചിരിക്കുന്നത്. അതിന്റെ ലിസ്റ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മെയ് 14 മുതൽ ജൂൺ 7 വരെ പേഴ്സണൽ ഡീറ്റെയിൽസും അക്കാഡമിക് ഡീറ്റെയിൽസും ആപ്ലിക്കേഷൻ ഫീസും കൊടുത്ത് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ സമയത്ത് കോളേജുകളുടെ ഓപ്ഷനുകൾ നൽകേണ്ടതായിട്ടില്ല. ജൂൺ 7 ശേഷം അപ്ലൈ ചെയ്ത കുട്ടികളുടെ എല്ലാം ആപ്ലിക്കേഷൻ വെരിഫൈ ചെയ്തതിനു ശേഷം അവരുടെ അക്സെപ്റ്റഡ് ഡേറ്റ LBSന്റെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യും. ആ സമയത്ത് എന്തെങ്കിലും തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യുവാനുള്ള കറക്ഷൻ ടൈമും തരുന്നതാണ്. അതിനുശേഷമാണ് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത്. ആ സമയത്ത് കാറ്റഗറി റാങ്ക് ലിസ്റ്റും പബ്ലിഷ് ചെയ്യും. അതിനുശേഷമാണ് കോളേജ് ഓപ്ഷനുകൾ നൽകുവാനുള്ള സമയം. ആ സമയത്ത് നിങ്ങൾക്ക് എത്ര കോളേജുകൾ വേണമെങ്കിലും ഓപ്ഷനായിട്ട് നൽകാവുന്നതാണ്. കോളേജിന്റെ ലിസ്റ്റ് LBSന്റെ പ്രോസ്പെക്ടസിൽ കൊടുത്തിട്ടുണ്ട്. സിമെറ്റിന്റെ കോളേജുകളും ഗവൺമെന്റ് കോളേജുകളും CAPE
കോളേജുകളും സിപാസിന്റെ കോളേജുകളും പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിംഗ് കോളേജുകളുമെല്ലാം LBS ഉണ്ട്. അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്രയും കോളേജുകൾ ഓപ്ഷനായിട്ട് നൽകുവാനായിട്ട് സാധിക്കും. ഒരു കുട്ടിക്ക് തന്നെ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിംഗ് കോളേജുകളും ഗവൺമെന്റ് കോളേജുകളുമെല്ലാം അവരുടെ ഓപ്ഷനിൽ ഉൾപ്പെടുത്താൻ സാധിക്കുന്നതാണ്. എത്ര കോളേജുകൾ ഉൾപ്പെടുത്താം എന്നതിന് പരിധിയില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്രയും കോളേജുകൾ ലിസ്റ്റിൽ ഉൾപ്പെടുത്താം. സിമറ്റിന്റെ മുഴുവൻ കോളേജുകളിലെയും അഡ്മിഷൻ LBSന്റെ വെബ്സൈറ്റിലൂടെയാണ്. എന്നാൽ സിപാസിന്റെ കോളേജുകളിലെ പകുതി സീറ്റുകൾ മാത്രമാണ് LBS വഴി ഫില്ല് ചെയ്യുന്നത്. അതുകൂടാതെ സിപാസിന്റെ വെബ്സൈറ്റിലൂടെ തന്നെ BSc നഴ്സിംഗിന്റെയും പാരാമെഡിക്കൽ കോഴ്സുകളുടെയും അഡ്മിഷന് വേണ്ടിയുള്ള ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഈ വർഷത്തെ +2ന്റെ റിസൾട്ട് വന്നിട്ടില്ല. അതിനാൽ +2ന്റെ റിസൾട്ട് വന്നതിന് ശേഷം ഈ വർഷം എക്സാം എഴുതിയ കുട്ടികൾ അപ്ലൈ ചെയ്യുന്നതാണ് നല്ലത്. മുൻവർഷങ്ങളിൽ പാസ്സായ കുട്ടികൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.